2025 നവംബർ 1 കേരള പിറവി ദിനം. എല്ലാവർക്കും കേരള പിറവി ദിന ആശംസകൾ. ഐക്യ കേരളം രൂപം കൊണ്ടിട്ട് 69 വർഷമായി. എന്നിട്ടും ഇന്നും പലരുടെയും മനസ്സിൽ, പ്രത്യേകിച്ച് പത്രമാധ്യമങ്ങളുടെ മനസ്സിൽ, ഇന്നും കേരളം കോഴിമുട്ടയുടെ ഉള്ളിലെ ഉണ്ണിയും വെള്ളയും പോലെ വേർതിരിഞ്ഞു കിടക്കുകയാണ്. മാധ്യമപ്രവർത്തകരുടെ കണക്ക് പ്രകാരം കൊല്ലവും തിരുവനന്തപുരവും തെക്കൻ കേരളം, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് മേലോട്ടുള്ളതൊക്കെ ആലപ്പുഴയായാലും കോട്ടയായാലും പത്തനംതിട്ടയായാലും അവിടുന്ന് ഇടുക്കി ആയാലും തൃശ്ശൂർ വരെ മധ്യകേരളം. മധ്യകേരളം കഴിഞ്ഞാൽ പിന്നെ കേരളം ഇല്ല, പിന്നെ മലബാറേ ഉള്ളൂ. വടക്കൻ കേരളം എന്നുള്ള ഒരു ഇത് പറയില്ല. കേരളത്തെ നമ്മൾ മൂന്നാക്കി തിരിക്കുകയാണെങ്കിലോ മലപ്പുറം, പാലക്കാട്, എറണാകുളം ഇത് വന്നാലേ മധ്യകേരളം ആവുള്ളൂ. പാലക്കാടിന് ഇപ്പോഴും മാധ്യമപ്രവർത്തകർ കേരളത്തിൻ്റെ എവിടെയും പെടുത്തില്ല. അത് മധ്യകേരളത്തിലും പെടുത്തില്ല, മലബാറിലും പെടുത്തില്ല, തെക്കൻ കേരളത്തിലും പെടുത്താണ്ട് അവർ രക്ഷപ്പെട്ടു. ഐക്യ കേരളം രൂപം കൊള്ളുന്ന കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ലാത്ത, അഥവാ ഭൂമിയിൽ കേരളത്തിൽ ജന്മം കൊള്ളാത്ത ആ കുട്ടികളാണ് ഇന്നും മലബാറിനെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ചിന്തിക്കാത്ത, മനസ്സിലാക്കാത്ത ആളുകളെ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ഈ 4 ജില്ലകൾ വടക്കൻ കേരളവും, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം ഈ 4 എണ്ണം മധ്യകേരളവും, ബാക്കി 6 ജില്ലകൾ തെക്കൻ കേരളമാണ്. ചിന്തിക്കുന്നവർ പറയുക. മാധ്യമപ്രവർത്തകർ മധ്യകേരളം എന്ന് പറയാറുള്ള ഇടുക്കി, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകൾ തെക്കൻ കേരളത്തിലാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.